ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം 27 കിലോമീറ്റർ. ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് 38 മിനിറ്റ് എടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെത്താൻ. അന്ന് റോഡ് ഇതിനേക്കാൾ മോശം. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് 8-10 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്തെത്തിയത്. റൈറ്റ്? അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ 50 മിനിറ്റെങ്കിലും അലക്സ് എടുത്തു കാണും. ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത്? ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് 1998 സെപ്റ്റംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രാത്രി 10-നും 10:15-നും ഇടയ്ക്ക്. കൃത്യത്തിന് ശേഷം 10:15-ന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ 50 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് 11:05-ന്. മാണിക്കുഞ്ഞിൻ്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് 11:15-നും 11:30-നും മധ്യേ, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം. ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം. പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിൻ്റെ മരണസമയം 10:30. പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11:15-നും 11:30-നും മധ്യ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു. കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിയിരുന്നു.